നമസ്കാരം. ഇന്ന് കേട്ടറ്റിന് സയൻസുമായി ബന്ധപ്പെട്ട് മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഒരു ഭക്ഷ്യശൃംഖലയിലെ സസ്യാഹാരികൾ താഴെ പറയുന്നവയിൽ ഏതിൽ ഉൾപ്പെടുന്നു? വിഘാടകർ, തൃതീയ ഉപഭോക്താക്കൾ, പ്രാഥമിക ഉപഭോക്താക്കൾ, ദ്വിതീയ ഉപഭോക്താക്കൾ. ഉത്തരം ഏതായിരിക്കും? ഓപ്ഷൻ സി, പ്രാഥമിക ഉപഭോക്താക്കൾ. അങ്ങനെയാണെങ്കിൽ ഈ ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ എന്തെന്നാണ് അറിയപ്പെടുന്നത്? സ്വപോഷികൾ. സ്വപോഷികൾക്ക് ഉദാഹരണമാണ് ഹരിത സസ്യങ്ങൾ. ആഹാരത്തിനായി സ്വപോഷികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആഹാരത്തെ ആശ്രയിക്കുന്ന ജീവികളെയാണ് ഉപഭോക്താക്കൾ, കൺസ്യൂമേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. സസ്യങ്ങളിൽ നിന്ന് നേരിട്ട് പോഷണം സ്വീകരിക്കുന്ന സസ്യാഹാരികളെയാണ് പ്രാഥമിക ഉപഭോക്താക്കൾ അഥവാ പ്രൈമറി കൺസ്യൂമേഴ്സ് എന്നറിയപ്പെടുന്നത്. പോഷണത്തിനായി പ്രാഥമിക ഉപഭോക്താക്കളെ ആശ്രയിക്കുന്ന ജീവികളെ എന്തെന്നറിയപ്പെടുന്നു? ദ്വിതീയ ഉപഭോക്താക്കൾ അഥവാ സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്നറിയപ്പെടുന്നു. അതിന് ഉദാഹരണമാണ് ഈ പറയുന്ന മാംസാഹാരികൾ. അടുത്തത് എന്തായിരിക്കും അപ്പൊ തൃതീയ ഉപഭോക്താക്കൾ അഥവാ ടെറിഷറി കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ? മാംസാഹാരികളെ ഇരയാക്കുന്ന ഇരപിടിയന്മാരെയാണ് തൃതീയ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്. ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും അവസാന കണ്ണിയായി വരുന്നത് ഏതാണ്? വിഘാടകരാണ്. അതിന് ഉദാഹരണം നമുക്ക് എന്തൊക്കെ പറയാം? ബാക്ടീരിയ, ഫംഗസ് മുതലായവ. അടുത്ത ചോദ്യം, ശരിയായ ജോഡി ഏത്? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശൂർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട്, കാർഡമം റിസർച്ച് സ്റ്റേഷൻ വയനാട്. ഏതായിരിക്കും ശരി ഉത്തരം? ഓപ്ഷൻ സി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എവിടെയായിരിക്കും? തൃശ്ശൂരിലാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയത്ത്. കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി തൃശ്ശൂരിലാണ്. അടുത്തത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരത്താണ്. കാർഡമം റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിൽ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട നേത്രവൈകല്യം ഏത്? രണ്ട് ഹിന്റുകൾ തന്നിട്ടുണ്ട്. അടുത്തുള്ള വസ്തുക്കളിൽ നിന്നുള്ള പ്രകാശം റെറ്റിനയ്ക്ക് പിന്നിലായി ഫോക്കസ് ചെയ്യപ്പെടുന്നു. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാം. ഈ ക്ലൂവിൽ നിന്ന് ഏതായിരിക്കും ഉത്തരം? ദീർഘദൃഷ്ടി, ഹ്രസ്വദൃഷ്ടി, അസ്റ്റിഗ്മാറ്റിസം, ഗ്ലോക്കോമ. ഏതായിരിക്കും? ഓപ്ഷൻ എ, ദീർഘദൃഷ്ടിയാണ് ഉത്തരം. അങ്ങനെയാണെങ്കിൽ അകലെയുള്ളവ വ്യക്തമായി കാണാൻ കഴിയാതിരിക്കുക, ഫാർ പോയിന്റ് അനന്തതയിലായിരിക്കില്ല തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത് ആരുടെയിലായിരിക്കും? ഹ്രസ്വദൃഷ്ടിയുള്ളവരിലായിരിക്കും. അത് പരിഹരിക്കാൻ നമുക്ക് ഏത് ലെൻസ് ഉപയോഗിക്കാം? കോൺകേവ് ലെൻസ് ഉപയോഗിക്കാം. അടുത്തത്, സിലിയറി പേശികളുടെ ക്ഷമത കുറയുന്നത് മൂലം പ്രായം കൂടിയവർക്ക് നിയർ പോയിന്റിലേക്കുള്ള അകലം 25 സെന്റിമീറ്ററിനേക്കാൾ കൂടിയിരിക്കുന്ന അവസ്ഥയെ വെള്ളെഴുത്ത് എന്നാണ് പറയുന്നത്. ഈ വെള്ളെഴുത്തുള്ള ആൾക്കാർക്ക് നമുക്ക് അത് ചികിത്സിക്കാൻ വേണ്ടി ഏത് ലെൻസ് ഉപയോഗിക്കാം? കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കാം. ദീർഘദൃഷ്ടിക്കായിരുന്നാലും വെള്ളെഴുത്തിനായിരുന്നാലും കോൺവെക്സ് ലെൻസ്, എന്നാൽ ഹ്രസ്വദൃഷ്ടിക്കോ കോൺകേവ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അടുത്തത്, എന്താണ് ക്യൂണികൾച്ചർ? ഈസിയാണ് ഈ ചോദ്യം. തേനീച്ച വളർത്തൽ, മീൻ വളർത്തൽ, മുയൽ വളർത്തൽ, പട്ടുനൂൽ പുഴു വളർത്തൽ. ഏതായിരിക്കും? ഓപ്ഷൻ സി, മുയൽ വളർത്തലാണ് ഉത്തരം. അപ്പൊ തേനീച്ച വളർത്തലോ? എപ്പികൾച്ചർ. മീൻ വളർത്തൽ പിസികൾച്ചർ. പട്ടുനൂൽ പുഴു വളർത്തൽ സെറികൾച്ചർ. പഴം, പച്ചക്കറി തുടങ്ങിയ കൃഷിക്ക് എന്തെന്നറിയപ്പെടുന്നു? ഹോർട്ടികൾച്ചർ എന്നറിയപ്പെടുന്നു. അടുത്തത്, കേരളത്തിന്റെ സംസ്ഥാന മത്സ്യം ഏതാണ്? മത്തി, കരിമീൻ, അയല, ചെമ്മീൻ. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി, കരിമീൻ. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന വൃക്ഷം ഏതാണ്? തെങ്ങ്. സംസ്ഥാന പക്ഷി മലമുഴക്കി വേഴാമ്പൽ. സംസ്ഥാന പുഷ്പം കണിക്കൊന്ന. സംസ്ഥാന ഫലം ചക്ക. സംസ്ഥാന മൃഗം ആന. അടുത്തത്, തെറ്റായ ജോഡി ഏതെന്നാണ്? മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ഓപ്ഷൻ ബി, ഏപ്രിൽ 22 ലോക ഭൗമ ദിനം. മാർച്ച് 22 ലോക വനദിനം. സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനം. ഉത്തരം ഏതായിരിക്കും? ഓപ്ഷൻ സി, മാർച്ച് 22 ലോക വനദിനം. ആണോ? അല്ല. എന്തൊന്ന് നോക്കാം. ലോക വന്യജീവി ദിനം എന്നാണ് മാർച്ച് 3. ലോക വനദിനം മാർച്ച് 21. അങ്ങനെയാണെങ്കിൽ മാർച്ച് 22 എന്താണ്? ലോക ജലദിനമാണ്. അത് മാറിപ്പോരുത്. അടുത്തത്, ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ് രാസമാറ്റത്തിലേക്ക് നയിക്കാത്തത്? ഒരു കഷ്ണം പേപ്പർ കത്തിക്കുന്നത്, തണുത്ത ജലത്തിലേക്ക് ഒരു ചെറിയ കഷ്ണം സോഡിയം ചേർക്കുന്നത്, അല്പം കോപ്പർ ഗോൾഡിൽ കലർത്തുന്നത്,
നേർപ്പിച്ച HCl ലായനിയിലേക്ക് ഒരു കഷ്ണം സിങ്ക് ചേർക്കുന്നത്. ഏതായിരിക്കും ഉത്തരം? ഓപ്ഷൻ സി, അല്പം കോപ്പർ ഗോൾഡിൽ കലർത്തുന്നത്. അടുത്ത ചോദ്യം, ഏകാത്മക മിശ്രിതം അല്ലാത്തത് ഏതെന്നാണ്? പിച്ചള, പാൽ, സോഡിയം ക്ലോറൈഡിന്റെ ജലീയ ലായനി, നൈട്രജൻ, കാർബൺ ഡയോക്സൈഡ് എന്നിവയുടെ മിശ്രിതം. ഏതായിരിക്കും? ഓപ്ഷൻ ബി, പാലാണ്. എന്താണ് ഏകാത്മക മിശ്രിതം എന്ന് നോക്കാം. ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുന്നു എങ്കിൽ അത് ഏകാത്മക മിശ്രിതം അഥവാ ഹോമോജീനസ് മിക്സ്ചർ എന്നറിയപ്പെടുന്നു. ഉദാഹരണം ഏതൊക്കെ പറയാം? ഉപ്പുവെള്ളം. ഉപ്പുവെള്ളമാണ് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ സോഡിയം ക്ലോറൈഡിന്റെ ജലീയ ലായനി. പിന്നെ വായു, ബ്രാസ്, സ്റ്റീൽ, പഞ്ചസാര ലായനി മുതലായവ. അപ്പൊ എന്താണ് ഭിന്നാത്മക മിശ്രിതം? ഒരു മിശ്രിതത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ അത് ഭിന്നാത്മക മിശ്രിതം അഥവാ ഹെറ്ററോജീനസ് മിക്സ്ചർ എന്നറിയപ്പെടുന്നു. എന്തൊക്കെ ഉദാഹരണം പറയാം? പെയിന്റ്, ഗൺ പൗഡർ, പാൽ മുതലായവ. അപ്പൊ നേരത്തെ നമ്മൾ ഓപ്ഷനിൽ കണ്ട പാൽ എന്താണ്? ഭിന്നാത്മക മിശ്രിതമാണ്. അടുത്ത ചോദ്യം, മനുഷ്യ രക്തത്തിന്റെ സാധാരണ pH പരിധി എത്ര? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 7.35 മുതൽ 7.45 വരെ വരും. pH സ്കെയിൽ കണ്ടുപിടിച്ചത് ആരാണ്? സോറൻസൺ ആണ്. pH മൂല്യം 7 മുകളിൽ വരുന്ന പദാർത്ഥങ്ങൾ പൊതുവെ എന്തെന്നറിയപ്പെടുന്നു? ആൽക്കലികൾ എന്നറിയപ്പെടുന്നു. എന്നാൽ 7 താഴെ വരുന്ന പദാർത്ഥങ്ങൾ ആസിഡുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നിർവീര്യ വസ്തുവിന്റെ pH മൂല്യം എത്രയായിരിക്കും? 7. ഉരുളക്കിഴങ്ങ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിന്റെ pH 5. ഇത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, കുടിവെള്ളമായി ഉപയോഗിക്കുന്ന ജലത്തിന്റെ pH 6.5 മുതൽ 7.5 വരെ ആണ്. അടുത്തത്, സമന്വയത്തിനും സന്തുലിതാവസ്ഥയ്ക്കും ഉത്തരവാദിയായ മസ്തിഷ്ക ഭാഗം ഏത്? സെറിബ്രം, മെഡുല്ല ഒബ്ലോങ്കാറ്റ, സെറിബെല്ലം, ഹൈപ്പോതലാമസ്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി, സെറിബെല്ലം. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് സെറിബ്രമാണ്. എന്നാൽ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? സെറിബ്രമാണ്. എന്നാൽ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഗം ഏതാണ്? നേരത്തെ പറഞ്ഞ സെറിബെല്ലം. അടുത്തത്, ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈശ്ചിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. അനൈശ്ചിക പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയവയാണ്. ഇനി ഐശ്ചികമായ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നടക്കുക, ഓടുക, ചാടുക ഇതെല്ലാമാണ്. അപ്പൊ അത് ഏതിൽ ഉൾപ്പെടുന്നു? ഏത് മസ്തിഷ്ക ഭാഗമായിരിക്കും ഇത് നിയന്ത്രിക്കുന്നത്? സെറിബ്രമാണ്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് തലാമസ് ആണ്. എന്നാൽ ആന്തര സമസ്ഥിതി പാലന കേന്ദ്രം, പരിപാലന കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഹൈപ്പോതലാമസ് ആണ്. അടുത്ത ചോദ്യം, കിഡ്നിയിലെ ജലത്തിന്റെ പുനരാകിരണത്തെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതെന്നാണ്? ആന്റി ഡയൂററ്റിക് ഹോർമോൺ, ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, തൈറോക്സിൻ. ഏതായിരിക്കും ഉത്തരം? ഓപ്ഷൻ എ, ആന്റി ഡയൂററ്റിക് ഹോർമോൺ. ഈ ആന്റി ഡയൂററ്റിക് ഹോർമോൺ ആണ് വാസോപ്രസിൻ എന്നും അറിയപ്പെടുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഹോർമോണുകളുടെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. ആദ്യത്തത് ഇൻസുലിൻ. ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുകയും കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കുകയും ചെയ്യുന്നത് ഇൻസുലിൻ ആണ്. എന്നാൽ അപ്പോൾ ഗ്ലൂക്കോഗോൺ ചെയ്യുന്നത് എന്തായിരിക്കും? കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസായി മാറ്റുന്നു. അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടും ചെയ്യുന്നത് ആരാണ്? ഗ്ലൂക്കഗോൺ. ഇനി ഈ പറയുന്ന ഇൻസുലിൻ ഹോർമോണും ഗ്ലൂക്കഗോൺ ഹോർമോണും ഏത് ഗ്ലാൻഡിലാണ്, ഏത് ഗ്രന്ഥിയിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ പാൻക്രിയാസിലാണ്. അടുത്ത ചോദ്യം, ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുക, ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുക. ഈ പറയുന്ന ഫങ്ഷൻസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? തൈറോക്സിൻ. അടുത്ത ചോദ്യം, 5 കിങ്ഡം വർഗീകരണത്തിലെ 5 കിങ്ഡങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെയായിരിക്കും? കറക്റ്റ് ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബാക്ടീരിയ, ആർക്കേയ, അനിമേലിയ, പ്ലാന്റ്, പ്രോട്ടിസ്റ്റ. ജീവികളെ 5 കിങ്ഡങ്ങളായി തരംതിരിച്ചത് റോബർട്ട് എച്ച് വിറ്റാഗർ ആണ്. അത് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. ജീവികളിലെ 6 കിങ്ഡം വർഗീകരണ പദ്ധതി ആവിഷ്കരിച്ചത് കാൾ ബൗസ് ആണ്. അടുത്ത ചോദ്യം, തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നു. വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ കേൾക്കാനും ഉണ്ടാക്കാനും കഴിയും. അൾട്രാസോണിക് തരംഗങ്ങൾ സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്നു. അൾട്രാസോണിക് തരംഗങ്ങൾക്ക് 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുണ്ട്. ഏതായിരിക്കും കറക്റ്റ് ഉത്തരം? ഓപ്ഷൻ എ ആണ്.
ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. ഭൂകമ്പം, സ്ഫോടനങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയുടെ ഫലമായി ഭൂപാളികളിലൂടെ സഞ്ചരിക്കുന്ന തരംഗമാണ് സീസ്മിക് തരംഗം. ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണ്ണയിക്കുന്നത് റിക്ടർ സ്കെയിൽ ഉപയോഗിച്ചാണ്. എന്താണ് സോണാർ? സൗണ്ട് നേവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. 20 ഹെർട്സിൽ താഴെ ആവൃത്തിയുള്ള തരംഗങ്ങളെ എന്തെന്നാണ് അറിയപ്പെടുന്നത്? ഇൻഫ്രാസോണിക് എന്ന്. അപ്പോൾ 20,000 ഹെർട്സിന് മുകളിലാണെങ്കിലോ അത് അൾട്രാസോണിക് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഏത് അവസ്ഥാ പരിവർത്തനമാണ് ഉത്പതനം എന്നറിയപ്പെടുന്നത്? വാതകം ദ്രാവകമാകുന്നത്, ദ്രാവകം വാതകമാകുന്നത്, ഖരം ദ്രാവകമാകുന്നത്, ഖരം വാതകമാകുന്നത്. ഏതായിരിക്കും ഉത്തരം? ഓപ്ഷൻ ഡി 4 മാത്രം എന്ന് പറയുമ്പോൾ ഖരം വാതകമാകുന്നതാണ് ഉത്പതനം. എന്നാൽ വാതകം ദ്രാവകമാകുന്നതിന് എന്തെന്ന് പറയും? സാന്ദ്രീകരണം. ദ്രാവകം വാതകമാകുന്നത് ബാഷ്പീകരണം. ഖരം ദ്രാവകമാകുന്നത് ദ്രവീകരണം. വാതകം ഖരമാകുന്നത് ഘനീഭവിക്കൽ. അടുത്ത ചോദ്യം, ഡാഷ് ആണ് ഏറ്റവും നന്നായി അടിച്ചു പരത്താൻ കഴിയുന്ന ലോഹം? സിൽവർ, ഗോൾഡ്, ആക്ടീനിയം, അലൂമിനിയം. ഏതായിരിക്കും കറക്റ്റ് ഉത്തരം? ഓപ്ഷൻ ബി ഗോൾഡ്. ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ കഴിയുന്ന ഗുണത്തെ മാലിയബിലിറ്റി എന്നാണ് പറയുന്നത്. ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ് കമ്പികളാക്കി മാറ്റാൻ സാധിക്കുന്ന സവിശേഷത ഡക്റ്റിലിറ്റി എന്നറിയപ്പെടുന്നു. എന്നാൽ ഈ ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? പ്ലാറ്റിനം. മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഗോൾഡ് ആണെന്ന് നേരത്തെ പറഞ്ഞു. അടുത്ത ചോദ്യം, ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നിട്ടുള്ള ലായനിയെ ഡാഷ് എന്ന് വിളിക്കുന്നു. പൂരിത ലായനി, അപൂരിത ലായനി, നേർപ്പിച്ച ലായനി, ഗാഢലായനി. ഏതാണ് ഉത്തരം? ഓപ്ഷൻ എ പൂരിത ലായനിയാണ് കറക്റ്റ് ഉത്തരം. ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിന്റെ അളവിനെ ലായനിയുടെ ഗാഢത എന്നാണ് പറയുന്നത്. ഒരു ലായനിയിൽ ലീനത്തിന്റെ അളവ് കുറവാണെങ്കിലോ അത്തരം ലായനിയെ നേർത്ത ലായനി എന്ന് പറയുന്നു. ഒരു ലായനിയിൽ ലീനത്തിന്റെ അളവ് കൂടുതലാണെങ്കിൽ അത്തരം ലായനിയെ ഗാഢലായനി എന്നാണ് പറയുന്നത്. പൂരിത ലായനി ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ ലായനിയെ അപൂരിത ലായനി, അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് അറിയപ്പെടുന്നു. പൂരിതമാകാൻ ആവശ്യമായതിലും അധികം ലീനം ലയിച്ചു ചേർന്ന ലായനി അപ്പൊ എന്തെന്ന് പറയും? അതിപൂരിത ലായനി, സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഏതായിരിക്കും? ചാലനം, സംവഹനം, വികിരണം എന്നിവയ്ക്ക് മാധ്യമത്തിന്റെ സാന്നിധ്യം ആവശ്യമില്ല. വികിരണത്തിന് തന്മാത്രകളുടെ സാന്നിധ്യമോ ചലനമോ ആവശ്യമില്ല. ചാലനം നടക്കുമ്പോൾ മാധ്യമത്തിലെ തന്മാത്രകൾക്ക് സ്ഥാനാന്തര ചലനം നടക്കുന്നു. സംവഹനത്തിൽ തന്മാത്രകളുടെ സ്ഥാനാന്തര ചലനം ആവശ്യമില്ല. ഏതായിരിക്കും ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ്. വികിരണത്തിന് തന്മാത്രകളുടെ സാന്നിധ്യമോ ചലനമോ ആവശ്യമില്ല. അപ്പോൾ ബാക്കി തെറ്റായ പ്രസ്താവനകളെ നമുക്ക് ശരിയാക്കി ഒന്ന് നോക്കാം. ചാലനത്തിലൂടെയും സംവഹനത്തിലൂടെയും താപം പ്രേഷണം ചെയ്യപ്പെടാൻ ഒരു മാധ്യമം ആവശ്യമാണ്. മാധ്യമത്തിന്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയെയാണ് വികിരണം അഥവാ റേഡിയേഷൻ എന്ന് പറയുന്നത്. ചാലനം നടക്കുമ്പോൾ മാധ്യമത്തിലെ തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഉണ്ടാകുന്നില്ല. അവിടെ എന്ത് നടക്കുന്നില്ല? സ്ഥാനമാറ്റം ഉണ്ടാകുന്നില്ല. സംവഹനത്തിൽ തന്മാത്രകളുടെ സ്ഥാനാന്തരം മുഖേനയാണ് താപം പ്രേഷണം ചെയ്യപ്പെടുന്നത്. ചാലനം നടക്കുമ്പോൾ മാധ്യമത്തിലെ തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഉണ്ടാകുന്നില്ല. സംവഹനത്തിൽ തന്മാത്രകളുടെ സ്ഥാനാന്തരം മുഖേനയാണ് താപം പ്രേഷണം ചെയ്യപ്പെടുന്നത്. അടുത്ത ചോദ്യം, 1-2 തുള്ളി മീഥൈൽ ഓറഞ്ച് സോപ്പ് ലായനിയിൽ ചേർക്കുമ്പോൾ ലായനിയുടെ നിറം മഞ്ഞയാകുന്നതിന്റെ കാരണം അതിന്റെ pH ഡാഷ് ആയതിനാലാണ്. ഏതായിരിക്കും റീസൺ? 7-നേക്കാൾ കുറവ്, 7-നേക്കാൾ കൂടുതൽ, 7-ന് തുല്യം, 0-ന് തുല്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 7-നേക്കാൾ കൂടുതൽ. മറ്റൊരു വസ്തുവിലെ ചാർജിന്റെ സാന്നിധ്യം മൂലം ഒരു വസ്തുവിലെ ചാർജുകൾക്കുണ്ടാകുന്ന പുനഃക്രമീകരണത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. ചാർജിങ്, ഡിസ്ചാർജിങ്, ഇൻഡക്ഷൻ, ന്യൂട്രലൈസേഷൻ. ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ഇൻഡക്ഷൻ. ഒരു വസ്തുവിനെ വൈദ്യുത ചാർജുള്ളതാക്കി മാറ്റുന്ന പ്രവർത്തനത്തെ എന്തെന്നാണ് അറിയപ്പെടുന്നത്? വൈദ്യുതീകരണം അഥവാ ചാർജിങ് എന്ന്. എന്നാൽ ഒരു വസ്തുവിലെ ചാർജ് നിർവീര്യമാകുന്ന പ്രവർത്തനത്തെ എന്തെന്നറിയപ്പെടുന്നു? ഡിസ്ചാർജിങ്. അടുത്തത് ഒരു ഇക്വേഷൻ ആണ്. Mg+2HCl gives MgCl2+H2+ heat എന്ന പ്രതിപ്രവർത്തനത്തെ സംബന്ധിച്ച് ശരിയായത് ഏത്? ഇതൊരു താപശോഷക പ്രവർത്തനമാണ്, ഒരു ഊർജ ശോഷക പ്രവർത്തനമാണ്, ഒരു താപമോചക പ്രവർത്തനമാണ്. ഈ പ്രതിപ്രവർത്തനത്തിന്റെ സ്വഭാവം പ്രവചിക്കാൻ കഴിയില്ല. ഏതായിരിക്കും ഉത്തരം?
ഓപ്ഷൻ സി. ഇതൊരു താപമോചക പ്രവർത്തനമാണ്. വേറൊരു ഇക്വേഷൻ കൂടി തന്നിട്ടുണ്ട്. 2KMnO4 പ്ലസ് താപം K2MnO4 പ്ലസ് MnO2 പ്ലസ് O2. ഇത് ഓക്സിജൻ നിർമ്മാണ പ്രവർത്തനം കൂടിയാണ്. ഇത് എന്ത് തരമാണ്? താപശോഷക പ്രവർത്തനമാണിത്. അപ്പൊ താപശോഷകം എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഡോതെർമിക്കും ഇനി താപമോചകം എന്ന് പറയുന്നത് എക്സോതെർമിക്കുമാണ്. താപമോചകത്തിലാണെങ്കിൽ നമ്മുടെ ഇക്വേഷന് റൈറ്റ് സൈഡിലായിട്ടായിരിക്കും ഹീറ്റ് കിടക്കുന്നത്. എന്നാൽ താപശോഷകമാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ റിയാക്ടന്റ് സൈഡിലായിരിക്കും താപമുള്ളത്. അടുത്ത ചോദ്യം, മെഗ്നീഷ്യത്തിന്റെ ശരിയായ ഇലക്ട്രോൺ വിന്യാസം എന്ത്? അപ്പം മെഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എഴുതാൻ അറിയണമെങ്കിൽ അവിടെ അറ്റോമിക് നമ്പർ Z അറിഞ്ഞിരിക്കണം. അതിന് നമുക്ക് ഒരു കോഡുണ്ട്, ഒരു 18 എലമെന്റ്സ് പഠിക്കാനുള്ള. ഹായ് ഹലോ ലിസൺ ബേബി സീ ന്യൂസ് ഓൺ ഫ്രൈഡേ നൈറ്റ് നോട്ടി മങ്കീസ് ഓൾവേസ് സിപ്സ് ഈറ്റിംഗ് ആൻഡ് ടേക്കിംഗ് ചാർ. ഏതായിരിക്കും ആ 18 എലമെന്റ്സ് നോക്കാം. ഓർഡറിലാണ് പറയുന്നത്. ഹൈഡ്രജൻ, ഹീലിയം, ലിത്തിയം, ബെറീലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ, സോഡിയം, മെഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ആർഗൺ. 18 എലമെന്റ്സ്. അതിൽ മെഗ്നീഷ്യം എന്ന് പറയുന്നത് 12ാമത്തതാണ്, Mg12. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം നമുക്ക് K ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണ് ഫില്ല് ചെയ്യുന്നത്. അടുത്ത രണ്ടാമത്തെ L ഷെല്ലിൽ മാക്സിമം 8 ഇലക്ട്രോൺ. ബാക്കി ഇപ്പോൾ 10ആയി. ഇനി ലാസ്റ്റ് 2 ഇലക്ട്രോൺ കൂടി. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ഉത്തരം. അടുത്ത ചോദ്യം, മത്സ്യങ്ങളുടെ ശ്വസനാവയവം ഏത്? ട്രക്കിയ, ശ്വാസകോശം, ശകലങ്ങൾ, നെഫ്രീഡിയ. ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി, ശകലങ്ങൾ, ഗിൽസ്. ജീവികളും ശ്വസനാവയവവും. സസ്യങ്ങളുടേത് ആസ്യരന്ധ്രം, സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നു. ഷഡ്പദങ്ങൾ ട്രക്കിയ. പാറ്റയാണെങ്കിലോ മാൽപീജിയൻ നളിക. മണ്ണിര, തവള എന്നിവയുടേത് ത്വക്ക്. ചിലന്തി, തേള് എന്നിവയുടേത് ബുക്ക് ലെങ്സ്. അമീബ ശരീരോപരിതലം അല്ലെങ്കിൽ കോശസ്തരം. പക്ഷിക്കൂടുകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനശാഖ. പക്ഷിക്കൂടുകൾ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ കൂട് മാത്രമേ ഉള്ളൂ, പക്ഷിയില്ല. ഞാൻ ആ പറഞ്ഞതിൽ ഹിന്റ് ഉണ്ട്. കാലിയോളജി, പെഡോളജി, ഓർണിത്തോളജി, ഓഫിയോളജി. പക്ഷിക്കൂടിൽ പക്ഷിയില്ല, കാലിയായി കിടക്കുകയാണ്. അപ്പൊ എന്താണ്? കാലിയോളജി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം. അങ്ങനെയാണെങ്കിൽ മണ്ണിനെ കുറിച്ചുള്ള പഠനത്തെ പെഡോളജി എന്നും പക്ഷികളെ കുറിച്ചുള്ള പഠനത്തെ ഓർണിത്തോളജി എന്നും പാമ്പുകളെ കുറിച്ചുള്ള പഠനത്തെ ഓഫിയോളജി എന്നും പറയുന്നു. അടുത്തത്, 2ാം വർഗ ഉത്തോലകം കണ്ടെത്തുക. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പാക്കുവെട്ടി, ഫോഴ്സപ്സ്, കത്രിക, പ്ലെയർ. ഇതിൽ ഏതായിരിക്കും 2ാം വർഗ ഉത്തോലകത്തിൽ ഉൾപ്പെടുന്നത്? ഓപ്ഷൻ എ, പാക്കുവെട്ടി. ഇത് പഠിക്കാൻ ഒരു കോഡുണ്ട്. നാരങ്ങ വെള്ളത്തിന്റെ ബോട്ടിൽ ഓപ്പൺ ചെയ്യാൻ പാക്കുവെട്ടി വേണ്ടി വന്നു. ഇതിൽ നിന്ന് നമുക്ക് 3 ഉത്തോലകങ്ങൾ നമുക്ക് എടുക്കാം. നാരങ്ങ ഞെക്കി, ബോട്ടിൽ ഓപ്പണർ, പാക്കുവെട്ടി. ഇത് 3ഉം 2ാം വർഗ ഉത്തോലകങ്ങളാണ്. ഇനി 3ാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള കോഡ് ഐസ് ചവച്ചു എന്ന് പഠിച്ചാൽ മതി. ഐസ്, ഐസ് ടോങ്സ്. ചവ, ചവണ, ചൂണ്ട. ഇനി 2ാമത്തെ 3ാമത്തെ അറിയാമെങ്കിൽ 1ാമത്തത് നമുക്ക് ഓപ്ഷനിൽ നിന്ന് വെട്ടിക്കളഞ്ഞ് നമുക്ക് എഴുതാൻ ഈസിയാണ്. ലാസ്റ്റ് ചോദ്യം, വർഗീകരണത്തിന്റെ അടിസ്ഥാന ഘടകം ഏത്? കുടുംബം, കിങ്ഡം, ഓർഡർ, സ്പീഷീസ്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി, സ്പീഷീസ് ആണ്. ആ ഓർഡർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളത് സ്പീഷീസും ഏറ്റവും ഉയർന്ന തലം കിങ്ഡവുമാണ്. വർഗീകരണത്തിന് ശാസ്ത്രീയ അടിത്തറ നൽകിയ ശാസ്ത്രജ്ഞൻ ആര്? കാൾ ലിനേസ് ആണ്. ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് കാൾ ലിനേസ്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ്, എപ്പോഴും കേട്ടിട്ടിൽ ചോദിച്ചിട്ടുണ്ട്. ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന ദ്വിമാന പദ്ധതി ആവിഷ്കരിച്ചത് ആര്? കാൾ ലിനേസ്. മറ്റു ചോദ്യങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.